അസ്സലാമലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി പണ്ട് കാലങ്ങളിൽ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മുളകച്ചാറാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് 150 ഗ്രാം പച്ചമുളക് നന്നായി കഴുകി വൃത്തിയാക്കി നെട്ടൊക്കെ കളഞ്ഞെടുക്കണം. 2 ശർക്കര, 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു നെല്ലിക്കയോളം വലുപ്പത്തിൽ പുളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് എടുക്കേണ്ടത്. മുളക് ഇതുപോലെ കട്ടാക്കി എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കീറിട്ട് കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യണമെന്നില്ല. എണ്ണ നന്നായി തിളച്ച് വന്നാൽ മുളകിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. കളർ ചേഞ്ച് ആകുന്നത് വരെ ഇതുപോലെ വറുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റിയാണിത്. കഞ്ഞിക്കൊക്കെ ഇത് മാത്രമേ വേണ്ടൂ. ഗ്രേവി പോലെ ആക്കി എടുക്കണം, അതാണ് ടേസ്റ്റി. എൻ്റെ ഇത് നന്നായി കുറുകിപ്പോയിരുന്നു. ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം. മൺചട്ടിയോ മറ്റോ വെച്ച് കൊടുത്തിട്ട് 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മാത്രം 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കണം. രണ്ടും കൂടി പൊട്ടിയാൽ നമ്മൾ ക്രഷാക്കി എടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, അതിട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ സാധാ മുളക് പൊടിയോ ആയാലും മതി. ഇതിനനുസരിച്ച് 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇത് നെല്ലിക്കയോളം വലുപ്പത്തിലുള്ള പുളിയില്ലേ, ആ പുളി ഒന്ന് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തിരുന്നു. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടി നന്നായി തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ പച്ചമുളകില്ലേ ഫ്രൈ ആക്കി എടുത്ത് അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം, ഒരു 1 ടീസ്പൂണോളം. അതിൻ്റെ മണമുണ്ടായാലേ നമുക്ക് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂ. ഒരളവിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കുറച്ച് കുറുകിപ്പോയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ. നല്ല ഗ്രേവി പോലെ എടുക്കണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ മുളകച്ചാർ റെഡി ആയിട്ടുണ്ട്. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തണം.